പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ സോമൻ താമരശാൽ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സഖാക്കളെ, നമുക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കർഷക തൊഴിലാളി പെൻഷൻ നൽകുന്നത്. ആ നിലയിൽ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന നിലയിലേക്ക് കർഷക തൊഴിലാളികളെ പ്രാപ്തരാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കർഷക തൊഴിലാളി യൂണിയനാണ്. പാടത്തും പറമ്പിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികളെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കും അവരെ ഇന്ന് ഈ നിലയിൽ കാണുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരെ ഉയർത്തുന്നതിലേക്കും അവരുടെ ജീവിതം നല്ല നിലയിലേക്ക് പരുവപ്പെടുത്തുന്നതിലേക്കും അവരെ സഹായിക്കുന്നതിന് കർഷക തൊഴിലാളി യൂണിയന്റെ വളരെയധികം സഹായമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 1982 ആണ് കർഷക തൊഴിലാളി പെൻഷൻ നൽകുക എന്ന ആശയം അന്നത്തെ AK നയനാർ ഭരിച്ചിരുന്ന ഗവൺമെന്റ്, LDF ഗവൺമെന്റ് കൊണ്ടുവന്നു. എന്നാൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന K കരുണാകരൻ ആയതിനെ ഇത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ് നിശിതം വിമർശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് 45 രൂപ മാസക്കണക്കിന് മാസം നൽകുക എന്നുള്ള രീതിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കേരളത്തിൽ പെൻഷൻ നൽകാൻ ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് മാറി മാറി വന്ന LDF UDF ഭരണ കാലഘട്ടത്തിൽ LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ മാത്രമാണ് ക്ഷേമ പെൻഷനുകളിൽ വർധനവുണ്ടായിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമാണ് UDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ 100 രൂപ വർദ്ധിപ്പിച്ചത്. എന്നാൽ ആ ഗവൺമെന്റ് ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് അവർ ഇറങ്ങിയത്. പിന്നീട് വന്ന 2016-2025 കാലഘട്ടത്തിൽ വന്ന പിണറായി ഗവൺമെന്റ് ആണ് നൽകാനുണ്ടായിരുന്ന 18 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി നൽകി 600 രൂപ മാത്രമായിരുന്ന പെൻഷൻ 1600 രൂപയിലേക്ക് നമ്മൾ ഇന്ന് ഈ വാങ്ങുന്ന നിലയിൽ വർദ്ധിപ്പിച്ചു.